നല്ല കാച്ചിലും കപ്പയും മീൻതലക്കറിയും ഒക്കെ ഇതിലേക്ക് പിന്നീട് വരാം. ആദ്യം സൂപ്പിലേക്ക് പോയി. കൊടൈ ചിക്കൻ സൂപ്പ് എന്നാണ് ഇതിന്റെ പേര്. നല്ല തനി നാടൻ സൂപ്പ്. ഇതല്ലാതെ ഇവിടെ ക്രാബ് സൂപ്പും വെണ്ടയ്ക്ക സൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ തൊട്ടില്ല. പിന്നീട് നമ്മുടെ പ്രിയങ്കരനായ പൊറോട്ട എടുത്ത്, കുറച്ച് വർക്കല ബീഫ് കറിയും എടുത്ത്, കോഴി കുഞ്ഞിപ്പൊരിയും എടുത്ത്, കറിവേപ്പില ചിക്കൻ കറി, ഇത് വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. അപ്പോഴാണ് പുട്ട് കണ്ടത്. പിന്നെ അതൊന്ന് കഴിച്ചു നോക്കണ്ടേ. അങ്ങനെ കുറച്ച് പുട്ടെടുത്തു, കുറച്ച് ഡക്ക് കറി എടുത്തു, പിന്നെ ഹൈ റേഞ്ച് ഫേമസ് ആയിട്ടുള്ള എല്ല് കറി എടുത്തു, കൂടെ 2 പപ്പടവും. എല്ലാം കൂടി കുഴച്ചടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. കപ്പയില്ലാതെ എന്ത് നാടൻ ഭക്ഷണം. അതുകൊണ്ട് മാത്രം കപ്പയും കൂടെ ഒന്ന് കഴിച്ചു നോക്കി. കപ്പയും നല്ല മുളകിട്ട ചൂരക്കറിയും മുരിഞ്ഞ നെത്തോലിയും പിന്നെ ഞണ്ട് കറിയും. ഞണ്ട് കറി ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റായിരുന്നു. ഇവിടെ ഇത്രയും മാത്രമല്ല, ബിരിയാണി ഉണ്ട്, സാലഡ്സ് ഉണ്ട്, ചിക്കൻ്റെ വെറൈറ്റി കറികളുണ്ട്. പക്ഷെ അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും ഞാൻ കഴിച്ചില്ല. എന്നാൽ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം നമ്മൾ വിട്ടില്ല. അതും കഴിച്ചു. പിന്നെ ഒരു വെറൈറ്റി ക്യാരറ്റ് പായസം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. നൈസായിരുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇമ്പീരിയൽ കിച്ചണിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടൻ ഫെസ്റ്റ് ഉണ്ട്. അതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നല്ലതുപോലെ കഴിക്കുന്ന നിങ്ങളുടെ ചങ്കിനെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ നാടൻ ഫുഡ് കഴിക്കാം. ജൂൺ 2 മുതൽ 9 വരെയാണ് ഇമ്പീരിയൽ കിച്ചണിൽ ഈ നാടൻ ഫെസ്റ്റ് നടക്കുന്നത്.